ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അങ്ങനെ അവസാനം അവൻ പറഞ്ഞിട്ട് ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്തു. ഞാനാണെങ്കിൽ ഒരു പബ്ജി പ്ലെയറാ, പക്ഷെ ആദ്യമായിട്ടാ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യുന്നേ. എനിക്കാണെങ്കിൽ ഈ ഒരു ഫ്രീ ഫയർ ഇഷ്ടമേ അല്ല, ഫുള്ള് കാർട്ടൂൺ ഗെയിം അല്ലേ. അവൻ പിന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തേ. അവനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രീ ഫയർ കളിക്കാതെ പബ്ജി കയറി വരാൻ. അവനാണെങ്കിൽ പബ്ജി ഒന്നും കളിക്കത്തുമില്ല. പണ്ട് മുതലേ അവൻ ഫ്രീ ഫയർ കളിക്കുന്നേ, ഞാൻ പണ്ട് മുതലേ പബ്ജിയാ കളിക്കുന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ഫ്രീ ഫയർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തോ കാർട്ടൂണൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നേ. എന്ത് ചെയ്യാനാ, നിവർത്തിയേട് കൊണ്ടായി ഈ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്തേ. പബ്ജിയിലാണെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല കളിക്കാൻ വേണ്ടിയിട്ട്. അവനാണെങ്കിൽ പബ്ജിയിലോട്ട് വരുത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നേ. അവൻ്റെ കൂടെ ഒന്ന് കളിച്ച് നോക്കട്ടെ, ഇത് എന്താ സംഭവം എന്നറിയാലോ. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം അവനെ. എവിടെ എവിടെ വിളിച്ചിട്ടുണ്ടല്ലോ, ഇതിനകത്ത് ഇങ്ങനെയൊക്കെയല്ലേ വിളിക്കുന്നേ. ഹലോടാ, ഹലോ എടാ, ഞാൻ ഫ്രീ ഫയർ ഡൗൺലോഡ് നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും പറയടാ. എടാ ഞാനല്ലേ ഇത്രയും നേരം നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നേ, നീ എന്തുവാടാ ഇങ്ങനൊക്കെ പറയുന്നേ? നീ എന്തോ ഓണാക്കി വല്ലതും സംസാരിക്കടാ, ചുമ്മാ നിക്കാതെ ബോറാടാ. എടാ ആ കാര്യം ഞാൻ മറന്നുപോയടാ, മൈക്ക് ഓണാക്കണമായിരുന്നല്ലേ. എടാ ഇത്രയും നേരം ഞാനപ്പോ മൈക്ക് ഓണാക്കാതാണോ സംസാരിച്ചേ? ഛേ, ആരോട് പറയാനാ, ഇതില് മൈക്ക് ഇപ്പൊ ഓണാക്കുന്ന എവിടെയാ എനിക്കറിയില്ലല്ലോ. എങ്ങനെ അവനോട് ചോദിക്കുന്നേ? കിട്ടി, ഓണാക്കി. ഹലോടാ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാവോടാ? ആടാ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും നേരം നീ മൈക്ക് ഓണാക്കാതെ അല്ലേ സംസാരിച്ചേ? എന്തെങ്കിലും നീ സംസാരിച്ചായിരുന്നോടാ? അതേടാ, എന്തൊക്കെയോ ഞാൻ ചോദിച്ചു നിന്നോട്, പക്ഷെ ഞാനിവിടെ മൈക്ക് ഓണാക്കാതെ ഓഫാക്കി വെച്ചിട്ടാ നിന്നോട് ചോദിച്ചേ. എടാ ഇതിലെങ്ങനെയാടാ ഇമോട്ട് കിട്ടുന്നേ? നീ നല്ല ഇമോട്ടൊക്കെ ഇടുന്നുണ്ടല്ലോ, കാറിന്റെ ഒക്കെ ഇമോട്ട്, അതൊക്കെ എങ്ങനെയാടാ കിട്ടുന്നേ? എടാ ഇതിലിപ്പോ എന്റെ ഇതിലിപ്പോ ഇമോട്ടൊന്നും ഇല്ലല്ലോടാ, ഒരു ഇമോട്ട് പോലും ഇല്ലല്ലോ. എടാ ഇതിനകത്ത് ഫ്രീ ആയിട്ടൊന്നും ഇമോട്ട് കിട്ടത്തില്ലേടാ. എടാ നീ കുറെ ഇമോട്ട് ഇടുന്നുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാടാ കിട്ടുന്നേ? യൂസി കൊടുത്ത് വാങ്ങുന്നതാണോ? ഇതില് യൂസി അല്ലല്ലയോ, ഡയമണ്ട് അല്ലേ? ഡയമണ്ട് 0 ഡയമണ്ട് ആടാ എനിക്ക്. 0 ഡയമണ്ട് 361 കോയിൻ ആണോ? F എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കോയിൻ ആയിരിക്കും അല്ലേ. ഇതിലെ കോയിൻ കൊടുക്കുമ്പോഴാണോടാ ഇമോട്ട് കിട്ടുന്നത്, അതോ ഡയമണ്ട് കൊടുക്കുമ്പോഴായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും 0 എന്ന് കൊടുത്തേക്കുന്നേ. എടാ എന്നാലും ഫ്രീ ആയിട്ടൊക്കെ ഇമോട്ട് തരാമായിരുന്നു അല്ലേ. ഈ ഗെയിമിനകത്ത് ഫ്രീ ആയിട്ടൊന്നും കിട്ടത്തില്ലല്ലേ. എന്തായാലും കുഴപ്പമില്ല. പബ്ജിയിലൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് കുറെ ഇമോട്ട് കിട്ടും, ഒരു 3-4 ഇമോട്ടെങ്കിലും കിട്ടും ഫ്രീ ആയിട്ട്. ഇതിലാണെങ്കിൽ ഫ്രീ ആയിട്ടൊന്നും ഇമോട്ട് കിട്ടില്ല അല്ലേടാ, ഇമോട്ട് കിട്ടത്തില്ലല്ലേ. എടാ ഗെയിം തുടങ്ങുമ്പോ കിട്ടത്തില്ല, പക്ഷേ കുറച്ച് ഇവന്റ്സ് ഒക്കെ വരുവാടാ, ഫ്രീ ഇവന്റ്സ് ഒക്കെ. അതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് ഇമോട്ടൊക്കെ കിട്ടുവാടാ. എന്തായാലും കിട്ടും, ഇമോട്ടൊക്കെ കിട്ടാതിരിക്കത്തില്ല, ഫ്രീ ആയിട്ട് ഇമോട്ടൊക്കെ കിട്ടുവാടാ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നീ കളിക്കുന്നെങ്കിൽ വാ, നമുക്കൊരു കളി കളിച്ചാലോ? അയ്യോടാ, ഇതെങ്ങനെയാ കളിക്കുന്നേ? എനിക്കറിയത്തില്ലടാ, ഈ ഒരു ഗെയിം എനിക്ക് അറിയത്തില്ല, എങ്ങനെയാ കളിക്കണ്ടേ? എടാ ഞാൻ ആദ്യമായിട്ടല്ലേടാ, എനിക്കൊന്നും പറഞ്ഞതാ. എങ്ങനെയാ സംഭവം? സ്റ്റാർട്ട് കൊടുത്താൽ സ്റ്റാർട്ട് ആവോ? എന്തൊക്കെയാ? എടാ നീ BR റാങ്ക്ഡ് എന്ന് എഴുതിയേക്കുന്ന അതേലൊന്ന് ക്ലിക്ക് ചെയ്യ്. അപ്പൊ നമുക്ക് കുറെ മോഡ് കാണും, അതില് ക്ലാസിക് എടുക്കടാ. ക്ലാസിക് എടുത്തു. എവിടാടാ ക്ലാസിക്? ക്ലാസിക് എവിടെ? ബാറ്റിൽ റോയൽ ആണോടാ? ബാറ്റിൽ റോയൽ എടുത്തിട്ടുണ്ട്. ഇനി എന്തുവാ ചെയ്യണ്ടേ? എടാ ഡുവോ കളിച്ചാ പോരാടാ, നമുക്ക് ഡുവോ കളിക്കാവേ. ഞാൻ ഡുവോ എന്തായാലും കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് കൊടുക്കട്ടെ? സ്റ്റാർട്ട് കൊടുക്കട്ടെ. ഓക്കേടാ, സെറ്റ്. ഇനി സ്റ്റാർട്ട് കൊടുത്തോ. എടാ ഇത് കൊള്ളാലോടാ, നല്ല ഗ്രാഫിക്സ് ഉള്ള പ്ലെയിൻ ഒക്കെ ആണല്ലോ വന്നേക്കുന്നേ. അല്ല എവിടെ ഇറങ്ങണ്ടേ? ഞാനാണല്ലോ ഇറക്കണ്ടേന്ന് തോന്നുന്നു. എവിടെ ഇറങ്ങണ്ടേ? ഏതെങ്കിലും ഒരു സൈഡിൽ ഇറങ്ങാം അല്ലേ? ഏതെങ്കിലും ഒരു സൈഡിൽ ഇറങ്ങിയാ പോരെ? എടാ എവിടെ ഇറങ്ങണ്ടേന്ന് എനിക്ക് ഒരു പിടിയില്ല. ഞാൻ എവിടെയെങ്കിലും സൈഡിലോട്ട് അങ്ങ് ഇറങ്ങാൻ പോവാണേ. ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്തുവാടാ സ്കേറ്റിംഗ് ബോർഡിലൊക്കെ ഇറങ്ങി പോകുന്നേ? ഇതെന്തുവാടാ ഈ ഒരു ഗെയിമിൽ എന്താണ് ഇങ്ങനെ സ്കേറ്റിംഗ് ബോർഡിലൊക്കെ ഇറങ്ങി പോകുന്നു? എടാ സ്കേറ്റിംഗ് ബോർഡ് വെച്ചിട്ട് എങ്ങനെയാടാ പറക്കാൻ പറ്റുന്നേ? ഇത് കൊള്ളാലോടാ. എടാ ഒരു ലോജിക്കും ഇല്ലല്ലോടാ ഈ ഒരു ഗെയിമിന്. സ്കേറ്റിംഗ് ബോർഡ് കാലിൽ ഒട്ടിപ്പിടിച്ചതേ, സ്കേറ്റിംഗ് ബോർഡ് പറന്നുപോയി. ഇപ്പതേ പാരച്ചൂട്ട് വന്നു. എടാ അതൊക്കെ അങ്ങനെയാടാ, ലോജിക്കൊന്നും നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ഒരു ഗെയിം നീ ഇങ്ങനെ ആണെങ്കിൽ മാത്രം കളിച്ചാ മതി. ഇത് മനസ്സിലാക്കിയിട്ട് കളിച്ചാ മതി, അല്ലാതെ റിയാലിറ്റി ഒന്നും നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലടാ. നീ പറയുന്നുണ്ടല്ലോ ലോജിക്കും ഇല്ല റിയാലിറ്റി ഇല്ലെന്ന്. നിന്റെ പബ്ജിയിൽ എന്ത് റിയാലിറ്റിയാ ഉള്ളത്? അതൊന്ന് പറഞ്ഞു തന്നേ.
എടാ നീ ഈ പറയുന്ന റിയാലിറ്റി ലോജിക്ക് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഓരോ ഗെയിമിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി അങ്ങ് കളിച്ചാൽ മതി. അല്ലാതെ ലോജിക്കും റിയാലിറ്റി നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലടാ. എടാ ഒരു ബാറ്റിൽ റോയൽ ഗെയിം അല്ലേ ഇത്? അതെന്നൊക്കെ പറയുമ്പോ കുറച്ചെങ്കിലും റിയാലിറ്റിയും ഒരു ഇതൊക്കെ വേണ്ടേടാ. അതേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധം പറഞ്ഞില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും എപ്പോഴും ഈ ഫ്രീ ഫയർ ഒന്നും കളിക്കാൻ പോകുന്നില്ല. ഞാൻ എന്തായാലും പബ്ജി തന്നെ കളിക്കത്തുള്ളൂ. നീ അല്ലേ ഫ്രീ ഫയർ കളിക്കുന്നേ? എടാ നമ്മൾ തമ്മിൽ ഇങ്ങനെ അടി കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. എടാ എല്ലാം അങ്ങോട്ട് റിയാലിറ്റി ആക്കാനൊന്നും ഒരിക്കലും ഒന്നിനും പറ്റത്തില്ല. എടാ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വേണ്ടേടാ. എടാ എന്തുവാടാ എന്നെ കയറ്റാതെ നീ പോയത്? എടാ നിന്റെ വണ്ടിയുടെ ടയർ ഞാൻ ഇപ്പൊ പൊട്ടിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ പൊട്ടിക്കും, നീ ഒന്ന് വെയിറ്റ് ചെയ്. ഇപ്പൊ പൊട്ടുവേ, ഇപ്പൊ പൊട്ടും. നിന്റെ വണ്ടിയുടെ ടയർ ഞാൻ ഇപ്പൊ പൊട്ടിക്കോളാ, ഇപ്പൊ പൊട്ടിക്കും. ടയർ പൊട്ടിച്ചപ്പോ വണ്ടി കത്തിയോ? എടാ ഇതെന്തുവാടാ, ടയറൊന്നും പൊട്ടിയില്ലല്ലോ. എടാ വണ്ടി മൊത്തത്തിൽ കത്തിപ്പോയടാ, ഇതെന്തുവാടാ? എടാ ഈ വണ്ടിയുടെ ടയറൊന്നും പൊട്ടത്തില്ലയോടാ, ഇതെന്തോ ഗെയിമാടാ? ഇതാ ഞാൻ പറയുന്നത്. എടാ ഒരു ലോജിക്കും ഇല്ല, ടയറയിൽ അടിച്ചപ്പോ വണ്ടി പൊട്ടി. എന്തുവാടാ ഇത്? A few moments later. എടാ ഒന്നെങ്കിൽ ഈ ഒരു ഗെയിമിനെ നീ കുറ്റം പറയടാ, അല്ലെങ്കിൽ ഈ ഒരു ഗെയിം നന്നായിട്ട് കളിക്ക്. നീ ഏതെങ്കിലും ഒന്ന് ചെയ്. ഒന്നും ചെയ്യാത്ത അവസ്ഥയാണല്ലോ ഈശ്വരാ. എടാ നീ കളിക്കുന്നുണ്ടോ ഇനി? ഞാൻ കളിക്കുന്നില്ല. ഞാൻ ഇനി നിന്റെ കൂടെ കളിക്കാനില്ല. നീ കളിക്കുന്നെങ്കിൽ നീ തന്നെ കളിച്ചോ കേട്ടോ. എടാ പോവല്ലേടാ, പോവല്ലേ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എടാ സോറിയടാ. എടാ എനിക്ക് മനസ്സിലായി, എന്റെ തെറ്റെന്താണെന്ന് മനസ്സിലായി. എടാ എല്ലാ ഗെയിമിനും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്, മനസ്സിലായടാ. കുഴപ്പമില്ല. ഇനി ഞാൻ ഒരിക്കലും നിന്നെ അങ്ങനെ കളിയാക്കത്തില്ലടാ. എടാ എല്ലാ ഗെയിമിനും അതിൻ്റെതായിട്ടുള്ള കുറവുകളും കൂടുതലും എല്ലാം ഉണ്ട്. എനിക്ക് മനസ്സിലായടാ, നീ സമ്മതിക്ക്. ഞാൻ ഇനി നിന്റെ കൂടെ ഒരു വട്ടം കൂടെ കളിച്ചോട്ടെടാ, ഒരു വട്ടം കൂടെ കളിച്ചോട്ടെ. ബാ നമുക്ക് ഒരു കളിയും കൂടെ കളിക്കാടാ. ഇത് കൊള്ളാം. എനിക്ക് കുറച്ച് കളിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലോജിക്ക് അതൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായടാ. ഇനി ഒരിക്കലും ഞാൻ അതിനെപ്പറ്റി പറയില്ല. ബാ കളിക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ നിന്റെ കൂടെ കളിക്കത്തുള്ളൂ. ഇപ്പോഴെങ്കിലും നീ അത് മനസ്സിലാക്കിയല്ലോ, അത് മതി.